ഇന്നലെയായിരുന്നു തിരുവോണം. തിരുവോണത്തിന് എല്ലാവരും ആശംസിക്കുക ഐശ്വര്യ സമൃദ്ധമായ ഒരു നല്ല നാളെ ഉണ്ടാകട്ടെ എന്നാണ്. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ ഈ ഐശ്വര്യത്തെക്കുറിച്ച് ശ്രീരാമകൃഷ്ണദേവൻ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഐശ്വര്യം എന്ന് വിചാരിച്ചു വച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഇംഗ്ലീഷിൽ അതിന് പ്രോസ്പെരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ലക്ഷൂറിയസ് ലൈഫ് അല്ലെങ്കിൽ സക്സസ്, ഇതെല്ലാം ഇംഗ്ലീഷിൽ പ്രോസ്പെരിറ്റിക്ക് അർത്ഥമായി പറയാവുന്നതാണ്. എന്നാൽ ഐശ്വര്യം എന്നുള്ളതിന് മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ ധനം, അധികാരം, ക്ഷേമം, പിന്നെ ലാഭം, ഇതെല്ലാം ഐശ്വര്യത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയും. ധാരാളം ധനമുണ്ടാകുക, അതുവഴി ക്ഷേമം വരിക, അധികാരമുണ്ടാകുക, ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഐശ്വര്യം. ശ്രീരാമകൃഷ്ണദേവൻ ഐശ്വര്യത്തെക്കുറിച്ച് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒന്നാണ്. തീയുടെ ഐശ്വര്യം എന്നത് അതിൻ്റെ ചൂടാണ്. വെള്ളത്തിൻ്റെ ഐശ്വര്യം എന്നത് അതിൻ്റെ കുളിർമയാണ്. കാറ്റിൻ്റെ ഐശ്വര്യം എന്നത് കാറ്റ് വീശുമ്പോഴുണ്ടാകുന്ന ആ സുഖമാണ്. അപ്പോൾ ഐശ്വര്യം വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ തീയെ സംബന്ധിച്ച് തീയുടെ ചൂട് വർദ്ധിക്കട്ടെ, അതായത് ആളിക്കത്തട്ടെ. വെള്ളത്തെ സംബന്ധിച്ചോ വെള്ളം കുത്തിയൊലിച്ചു വരട്ടെ. കാറ്റിനെ സംബന്ധിച്ചോ അതൊരു കൊടുങ്കാറ്റായി വരട്ടെ. അങ്ങനെയല്ലേ ഐശ്വര്യത്തിൻ്റെ വർധനയെ കണക്കിലെടുക്കാൻ പറ്റൂ? നമ്മുടെ സങ്കല്പത്തിലുള്ള ഐശ്വര്യത്തിൻ്റെ വർധന അങ്ങനെയാണോ? അപ്പോൾ ഐശ്വര്യം വർദ്ധിക്കുകയല്ല വേണ്ടത്. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, ഐശ്വര്യം എന്നത് ഏറ്റവും മിതമായ തരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നതെന്തോ അതാണ് ഐശ്വര്യം. തീയുടെ ഐശ്വര്യം ചൂടാണെങ്കിലും ആ ചൂടിന് സുഖമെന്നൊരു അവസ്ഥ വരുന്നത് അത് മെല്ലെ ഒരു കനൽ പോലെ കത്തുമ്പോൾ മാത്രമാണ്. വെള്ളത്തിൻ്റെ ഐശ്വര്യം കുളിർമയാണെങ്കിലും അത് ഏറ്റവും മിതമായി ഒരു ഗ്ലാസ്സിൽ ലഭിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ദാഹം മാറുകയുള്ളൂ. കാറ്റ് ഒരു മന്ദസമീരനായി വീശുമ്പോൾ മാത്രമാണ് നമുക്ക് ആ സുഖം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെയാണ് മനുഷ്യനും സമ്പത്തായാലും അധികാരമായാലും മറ്റ് ഏതു തരത്തിലുള്ള ക്ഷേമമായാലും മിതമായ രീതിയിലാകുമ്പോഴേ അത് സുഖം പകരുന്നുള്ളൂ. ഈ ഉദാഹരണങ്ങളിലൂടെ ശ്രീരാമകൃഷ്ണദേവൻ വ്യക്തമാക്കുന്നു.